എവ്രിവൺ, ഗുഡ് മോർണിംഗ്. നല്ല മഴയും നല്ല വെതറാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ആ ഒരു വെതറൊക്കെ എൻജോയ് ചെയ്യുക. നന്നായിട്ട് ഹീലിംഗ് ചെയ്യാൻ പറ്റുന്ന സമയമൊക്കെയാണ്. നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, സോ ഇന്ന് May 20 ആണ്. ഇന്ന് നല്ലൊരു കോട്ടുണ്ട്. മറ്റുള്ളവരുടെ നേട്ടത്തിൽ അസൂയപ്പെട്ടാൽ ആ നേട്ടം ഒരിക്കലും എന്നെ തേടി വരില്ല. എല്ലാം എനർജിയാണ്. അപ്പോൾ ആ എനർജിയെ ബ്ലെസ്ഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതിന് മോശമായിട്ട് കാണുകയാണെങ്കിൽ നമ്മളിലേക്ക് ആ എനർജി വരില്ല. അപ്പോൾ നമ്മളും ഉയരില്ല. നമ്മളെപ്പോഴും ആ താഴ്ചയിൽ തന്നെ പോകും. അപ്പോൾ ഈ ഒരു ഷാഡോ വർക്ക്സ് ആണ് മിക്ക ദിവസവും കോട്ടായൊരു ഷാഡോ വർക്ക്സ് ആണ് വന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ നേട്ടത്തിൽ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടത് കേട്ടോ. അവരെ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യരുത്. ഓക്കെ, അത് മക്കളാണെങ്കിലും ആരാണെങ്കിലും നല്ലത് കണ്ട നല്ലത് പറയാം. ഞാനൊക്കെ പണ്ടൊന്നും അങ്ങനെ ഒന്നും പറയില്ലായിരുന്നു. ഇപ്പോൾ നല്ലത്, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഇതിലൊക്കെ നല്ല കാര്യങ്ങൾ കണ്ട് ഞാൻ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കാരണം അവരെ നമുക്ക് പേഴ്സണലി അറിയില്ല, പക്ഷെ ആ സോളിന് അത് മോട്ടിവേഷൻ തരുമ്പോൾ അവർക്ക് ഒരുപാട് ഉയരത്തിലേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യും. സോ ഇത് പൈറേറ്റിന്റെ സ്റ്റോൺ ആണ് കേട്ടോ. എബൻഡൻസ്, ലക്ക്, ഒരുപാട് തരം വരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ഇന്നലെ വാങ്ങിയതാണ് കേട്ടോ. സോ പൈറേറ്റ് ആണ്. നല്ല ഭംഗി അത് കാണാനും മാത്രമേ ഭയങ്കരമായിട്ട് എബൻഡൻസ്. ഇത് വന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വന്നു, ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ്. ഇത് എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ അയച്ചു കൊടുക്കാനുള്ളതാണ്. ഇത് ഞാൻ വാങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പറയാം. ഞാനിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഓർഡർ കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വേണ്ടവർക്ക് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ്, ബാക്ക്ഗ്രൗണ്ടിൽ 7 ചക്ര ഹീലിംഗ് ആണ്. ഇന്നലെ വീഡിയോ ഇട്ടപ്പോഴേ ഞാൻ ഹീലിങ്ങിന് മ്യൂസിക് ഇട്ടു, പക്ഷെ അത് കോപ്പിറൈറ്റ് വന്നപ്പോഴാണ് ആ മ്യൂസിക് ഫെയ്ഡ് ആയത്. ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ റീഡ് ചെയ്യുമ്പോൾ പുറത്ത് കേൾക്കാതെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ റെയിൻ മതി നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ. 6 ഓഫ് കപ്സ് ആണ്. യെസ്, കുട്ടികളെയാണ് കാണിക്കുന്നത്. ഇന്നർ ചൈൽഡ് ഇഷ്യൂസ്. ഇന്നൊരു ഇഷ്യൂ രാവിലെ തന്നെ കണ്ടിരുന്നു, ഒരു ന്യൂസ്. അപ്പോൾ കുട്ടികളെ അബാൻഡൻമെന്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അതെന്താണ്, അവരുടെ ഇന്നർ ചൈൽഡ് ഇഷ്യൂ ആണ്. മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ആ കുട്ടിയുമായിട്ടുള്ള കോൺട്രാക്റ്റാണ് നടന്നത്. അപ്പോൾ നമ്മളുടെ മദർ വൂൺസ് വേണമെങ്കിൽ പറയാം. അത് ആ കുട്ടിക്ക് എന്തായിട്ട് വരും, നെക്സ്റ്റ് ബർത്ത് എടുക്കുമ്പോൾ മദർ വൂൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മദർ വൂൺസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് മദർ റിലേറ്റഡ് ആയിട്ട് വൂംബ് ഹീലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. സാക്രൽ ഹീലിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ. വളരെയധികം 10 ഓഫ് സോർട്സ് എനർജി, 10 ഓഫ് വാൻസ് എനർജിയാണ് കാണുന്നത്. എനർജി ഇല്ലാത്ത ലോ എനർജിയാണ്. ചലഞ്ചസിലൂടെ കടന്നു പോകുന്ന പേഴ്സൺസ്. ഈ ഡെത്ത് കാർഡ് ഞാനൊക്കെ ഷഫിൾ ചെയ്യുമ്പോൾ വന്നു. എഗെയിൻ ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ പിന്നെയും ഇടയിൽക്കൂടെ അപ്പോൾ ഡെത്തിൻ്റെ കാർഡ് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ. പഴയ ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. പാസ്റ്റത്തെ അല്ലെങ്കിൽ കുട്ടിക്കാലം തൊട്ടിട്ടുള്ള ആളുകൾ ഇനിയും നിങ്ങളുടെ കോൺടാക്ട് ബാക്കിയെങ്കിലും മെസ്സേജസ് കോൾസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. മേ ബി എക്സ് ആയിരിക്കാം. ഓക്കെ, പേജ് ഓഫ് വാൻസ് ആണ്. ഇത് വാൻസ്, ഇത് ഫയർ എനർജിയാണ് പറയുന്നത് കേട്ടോ. ഒരു ഗുഡ് ന്യൂസ് വരുന്നു, നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു.